2017 പ്രമാദമായ നടിയെ ആക്രമിച്ച കേസിലെ നടിയുടെ 2 ദിവസം മുമ്പുള്ള ഫേസ്ബുക്ക് പോസ്റ്റാണ് നിങ്ങൾ ഈ കാണുന്നത്. കോടതിയുടെ സേഫ് കസ്റ്റഡി പോലും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 21 നൽകുന്ന റൈറ്റ് ടു പ്രൈവസി നഷ്ടപ്പെട്ടു പോയ ഒരു ഇരയുടെ വിലാപം. ഒരുപക്ഷേ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഡീറ്റെയിൽ രേഖകൾ ശേഖരിച്ചൊരു കേസായിരിക്കും ഇത്. പീഡനത്തിനിരയായ ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോണും പെൻഡ്രൈവും മെമ്മറി കാർഡും അടക്കം 2 ടെറാബൈറ്റ് ഡിജിറ്റൽ തെളിവുകളാണ് പോലീസ് ശേഖരിച്ചത്. 1 ടെറാബൈറ്റ് എന്ന് പറയുന്നത് 1000 GB ആണെന്ന് ഓർക്കണം. കോടതിയുടെ സേഫ് കസ്റ്റഡി ഇരിക്കുന്ന മെമ്മറി കാർഡിൽ നിന്നും ദൃശ്യങ്ങൾ പകർത്തി എന്നുള്ള ആരോപണത്തെ തുടർന്നാണ് കോടതി മെമ്മറി കാർഡ് സൈബർ ഫോറൻസിക് ടെസ്റ്റിന് അയച്ചത്. ഫോറൻസിക് ടെസ്റ്റിൽ മെമ്മറി കാർഡിൻ്റെ ഹാഷ് വാല്യൂവിൽ മാറ്റങ്ങൾ വന്നെന്നും മെമ്മറി കാർഡ് മറ്റ് പല ഡിവൈസുകളിൽ ഉപയോഗിച്ചു എന്നും കണ്ടെത്തി. എന്താണ് ഒരു ഡിജിറ്റൽ ഡിവൈസിൻ്റെ ഹാഷ് വാല്യൂ എന്നറിയണമെങ്കിൽ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ഒരു ഡിജിറ്റൽ ഡിവൈസിൻ്റെ ഡിജിറ്റൽ ഫിംഗർ പ്രിൻ്റാണ്, അതായത് ഡിജിറ്റൽ വിരലടയാളമാണ് ഹാഷ് വാല്യൂ. ഡിവൈസിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ പോലും ഹാഷ് ടൂളുകൾ കൊണ്ട് നമുക്കത് കണ്ടെത്താൻ കഴിയും. ചുരുക്കത്തിൽ നടിയെ ആക്രമിച്ച കേസിൽ കോടതിയുടെ സേഫ് കസ്റ്റഡി ഇരിക്കുന്ന മെമ്മറി കാർഡിൻ്റെ ഹാഷ് വാല്യൂവിൽ മാറ്റങ്ങൾ സംഭവിച്ചത് മീശ മാധവന് ഗുണം തന്നെ ചെയ്യും. അതായത് മീശ മാധവന്മാർ നോട്ടമിട്ടാൽ കോടതികളുടെ ഓടുകൾ പോലും പൊളിയുന്ന കാലം. ഷെയർ ഇറ്റ് മാക്സ്.